നമ്മളെ ഫോണിൽ ഒരു സ്കാനർ അത്യാവശ്യമാണ്. ഡോക്യുമെൻ്റൊക്കെ സ്കാൻ ചെയ്യുന്ന ഒരു സ്കാനർ അത്യാവശ്യമാണ്. നിങ്ങൾ ചോദിക്കും എന്തിനാ ചങ്ങായി ഇപ്പോൾ സ്കാനർ? ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ എന്ത് ഡോക്യുമെൻറ്റും ആർക്കും അയച്ചു കൊടുക്കുക, എന്ത് കാർഡായാലും ഡോക്യുമെൻ്റ് ആയാലും എന്തായാലും വാട്സപ്പ് കൂടെ ഒക്കെ അയച്ചു കൊടുക്കും. അതെന്താ ചെയ്യുക? നമ്മൾ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ആക്കിയിട്ട് ക്യാമറയിൽ കൂടെ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അയച്ചു കൊടുക്കും. എന്നാൽ ഇങ്ങനെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നേരം നമുക്കൊരിക്കലും ക്ലിയർ ആയിട്ട് എടുക്കാനാകില്ല. വലിയ ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. അതിന് പകരം സ്കാനർ ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് ഡോക്യുമെൻ്റ് ആയാലും അത് കറക്റ്റായിട്ട് നമുക്ക് എടുക്കാനാവും. മുമ്പൊക്കെ കാം സ്കാനറാണ് ഉപയോഗിക്കൽ, അതങ്ങ് ബാൻ ചെയ്തിക്കല്ലോ. അതിനുശേഷം ആൾട്ടർനേറ്റീവായിട്ടുള്ള പല സ്കാനറും ഉണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു അടിപൊളി സ്കാനറാണ് ഇന്നത്തെ വീഡിയോ. ഓക്കൺ സ്കാനർ എന്ന് പറയുന്ന ഈ സ്കാനറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇതിൽ കൂടെ നമുക്ക് എങ്ങനെ ഒരു ഡോക്യുമെൻ്റ് സ്കാൻ ചെയ്യുക, അതെങ്ങനെ PDF ആക്കി നമ്മളെ ഫോൺ സേവ് ചെയ്യുക, ഇതൊക്കെ നോക്കാം. നമ്മൾ ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാകുക. ഇതുണ്ടാകുക കേട്ടോ, ഇത് ഞാൻ 2 ഡോക്യുമെൻ്റ് എടുത്തതിൻ്റെതാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഇൻ്റർഫേസിൽ ഇവിടെ ഒരു ക്യാമറ ഐക്കൺ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് സ്കാൻ ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് തരാം. ഞാൻ ഇതൊന്ന് ഓപ്പൺ ആക്കി. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ, ടെക്സ്റ്റ്, ഡോക്യുമെൻ്റ്, അതൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ഡോക്യുമെൻ്റ് അല്ലേ എടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഒരു ID കാർഡ് എടുക്കുകയാണ്. ID കാർഡ് ഇതിന് വെച്ച് കൊടുത്താൽ, ജസ്റ്റ് അതിൽ വെച്ച് കൊടുത്താൽ കറക്റ്റായിട്ട് അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ എല്ലാ മൂലയും കോണും എല്ലാം നമുക്ക് ഇങ്ങ് എടുത്തു തരും. കണ്ടോ? ഇനി നമുക്ക് എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ ഈ സൈഡിലൊക്കെ പിടിച്ച് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കിയിട്ട് ഒപ്പിക്കുകയും ചെയ്യാം കേട്ടോ. അതിനുശേഷം താഴെ കണ്ടിന്യൂ ഉണ്ട്, കണ്ടിന്യൂ കൊടുക്കുക. അത് നമ്മളെ ഗാലറി സേവായി. ഇനി അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പണായി. ഓപ്പണായാൽ ഇതിൻ്റെ ഒറിജിനൽ കളർ മുതൽ നമുക്ക് ഫിൽട്ടർ ചെയ്ത കളർ വരെ എടുക്കാനുള്ള ഓപ്ഷൻ താഴെ ഭാഗത്തുണ്ട്. അതിനുശേഷം ഡണ്ണ് കൊടുത്ത് സേവ് ചെയ്യുക. സേവായി. ഇനി നമുക്കിത് PDF ആക്കണ്ടേ? അതിനെന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ ഷെയർ എന്നുണ്ട്, ഈ ഷെയർ കൊടുക്കുക. ഷെയറിൽ ഷെയർ PDF എന്നുള്ള ഈ ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മളെ ഫോണിൽ ഒരു PDF ആയിട്ട് അത് സേവ് ആവും. ഇങ്ങനെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ PDF ആക്കി സേവ് ചെയ്തിട്ട് ക്വാളിറ്റി ഒന്നും കുറയാണ്ട് PDF ആയിട്ട് നമുക്ക് അയച്ചു കൊടുക്കാം. അടിപൊളിയല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഒരു സ്കാനറിൻ്റെ ആവശ്യം. ഇപ്പം നിങ്ങൾ ഏത് സ്കാനറാണ് ഉപയോഗിക്കുന്നത്? അതിലും ബെറ്ററാണോ ഈ ഓക്കൺ സ്കാനറിൽ നിന്ന് ഉപയോഗിച്ചിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൊടുത്തേക്കട്ടോ. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെൻറ്റ് കാണാം. നിങ്ങളെ സ്വന്തം മുത്തൂസ് മെപ്പയൂർ. താങ്ക് യു സോ മച്ച്.